പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അച്ഛനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് പ്രകാശൻ. താൻ ആഗ്രഹിച്ചതുപോലെ ആ ചന്ദ്രസേനന്റെ മരണം നടന്നു എന്ന് പ്രകാശൻ ആശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അയാൾ. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടുമെന്ന്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും കാര്യം നടന്നില്ല എന്നത് തന്നെയാണ് സത്യം. വല്ലാത്തൊരു ദുരന്തമായി പോയി എന്ന് സമ്മതിക്കുകയാണ് അയാൾ. ഇതേ തുടർന്ന് ഉടൻ തന്നെ രാഹുലിനെ ചെന്ന് കാണുകയാണ് പ്രകാശൻ. പ്രകാശനോട് എന്ത് പറയണം എന്നറിയാതെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു. ചന്ദ്രസേനൻ മരിച്ചു അത്രേ, നാണമുണ്ടേടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് നിൽക്കുകയാണ് ഞാൻ എന്നുള്ള കാര്യം രാഹുൽ വ്യക്തമാക്കുന്നു. എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല. എന്നെ വിശ്വസിച്ച എല്ലാവരും ചതിച്ചു. ഇനി എനിക്ക് പ്രതികാരം ചെയ്യണം. അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അല്ലാതെ കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്നത് തന്നെയാണ് സത്യം. എനിക്കും വിജയിക്കണം. ആരുടെയും മുന്നിൽ അടിയറവ് പറയാൻ ഇനി ഞാൻ തയ്യാറല്ല. ഇതോടെ പ്രകാശൻ മുന്നിലേക്ക് വരികയാണ്. കല്യാണിയുടെയും കിരണിൻ്റെയും തകർച്ച, അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്താ, അത് മതിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മതി എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് രാഹുൽ. ഇനി എനിക്ക് അവരുടെ തകർച്ച കണ്ടേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള നീക്കം നടത്തുകയാണ് ഞാൻ. ഇതോടെ പ്രകാശനും അതുപോലെ തന്നെ രാഹുലും ചേർന്നുകൊണ്ട് പുതിയൊരു ചതിയുമായി മുന്നിലേക്ക് കടന്നു വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.